മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ നൽകിയ വിടുതൽ ഹർജി ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചു. സത്യം ജയിച്ചെന്നും കെട്ടിച്ചമച്ച കേസാണിതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേസിന് പിന്നിൽ കോൺഗ്രസിന്റെയും CPIM-ന്റെയും മുസ്ലിം ലീഗിന്റെയും ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രൻ. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസുണ്ടാക്കിയത്. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJPയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. 3.5 വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ഇത് വിജയിക്കാൻ പോകുന്നില്ല. കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന വാദം കോടതി അംഗീകരിച്ചെന്ന് അഭിഭാഷകനും BJP നേതാവുമായ കെ ശ്രീകാന്ത്. ഈ കേസിൽ പ്രതിഭാഗം ഉന്നയിച്ച നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നും അത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിലെ പരാതിയും ഇതിലെ അന്വേഷണം, ഇതിലെ അന്തിമ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട്, ചാർജ്, ഇതെല്ലാം തന്നെ നിയമാനുസൃതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം അത് കോടതി ഇന്ന് ശരിവച്ചിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ BSP സ്ഥാനാർത്ഥി സുന്ദരയ്ക്ക് പണവും മൊബൈൽ ഫോണും നൽകിയെന്നായിരുന്നു കേസ്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട CPM ഏറെ പ്രചാരണത്തിന് ഉപയോഗിച്ചൊരു കേസാണിത്. അതിൽ ഇപ്പോൾ പ്രോസിക്യൂഷന് തിരിച്ചടി നേരിടുമ്പോൾ രാഷ്ട്രീയമായി കൂടി മറുപടി പറയേണ്ടി വരില്ലേ CPM? ഒപ്പം ഈ വിധിയിൽ ഒരു അപ്പീലിനുള്ള സാധ്യത അത് പരാതിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും? ഗോകുൽ, കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സാനു S പണിക്കരാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ചത്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയാണ് ഇന്നിപ്പോൾ കോടതി പരിഗണിച്ചത്. കോടതി പ്രധാനമായും ഈ കേസിൽ പരിശോധിച്ചത് ഇതൊരു വിചാരണാ വേളയിലേക്ക് പോകേണ്ടതുണ്ടോ, അതിനാവശ്യമായി ഉതകുന്ന തെളിവുകൾ പ്രോസിക്യൂഷനും പോലീസും ഹാജരാക്കിയിട്ടുണ്ടോ എന്നതായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ കോടതി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളോടും കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടതായി അറിയിക്കുകയായിരുന്നു. ഈ പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കില്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. മാത്രമല്ല, ഈ കേസിൽ ആവശ്യത്തിന് ഉതകുന്ന തെളിവുകളൊന്നും പ്രോസിക്യൂഷൻ നൽകിയിട്ടില്ല എന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അന്നത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ കെ സുരേന്ദ്രൻ സ്വാധീനിച്ചെന്നും സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി പണം 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി ആക്രമിച്ച്, അതായത് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു എന്നായിരുന്നു പ്രധാനമായും ഉന്നയിച്ച ആരോപണം. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കോടതിയിൽ നൽകുന്നത്. അതിനുശേഷം ഈ കോടതി പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും 3.5 വർഷത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നു. കെ സുരേന്ദ്രനും മറ്റ് 6 പ്രതികളും നൽകിയ വിടുതൽ ഹർജി കോടതി പരിഗണിച്ചിരിക്കുന്നു. ഈ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളും കുറ്റവിമുക്തമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് ഇതിന് നിയമസാധുതയില്ല, ഈ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വാദിഭാഗം VV രമേശൻ, ഈ കേസുമായി മുന്നോട്ട് പോയ VV രമേശൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് ലഭിക്കണം. ഈ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം, ഈ കേസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഈ കേസിൽ അപ്പീൽ പോകുമെന്ന് VV രമേശൻ വ്യക്തമാക്കുന്നു. കെ സുന്ദര ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. കെ സുരേന്ദ്രൻ എവിടെയാണെന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും CPM-ഉം VV രമേശനും ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകുമെന്ന് മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഗോകുൽ, മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും CPM-ഉം ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഏതായാലും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ 6 പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിടുതൽ ഹർജി അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. വിചാരണയിലേക്ക് പോലും കടക്കാതെ അങ്ങനെ ആ വിടുതൽ ഹർജി അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ വീഴ്ച അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയൊക്കെ ചർച്ചയാകും. CPM ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ടിയും വരും.